ധൃതി കൂട്ടിയിട്ട് ഈ ഒരുങ്ങുന്നത് നമുക്കൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടാണേ. ഇപ്പൊ സമയം 8 മണി. ഒരു 8:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ പോലെയല്ലല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് റെഡി ആയിട്ട് പെട്ടെന്ന് പോവാനും പറ്റത്തില്ല. രണ്ടുപേരെയും കൂടെ റെഡിയാക്കേണ്ടതുണ്ട്. അതിലൊരാളാണ് ഇപ്പൊ ഈ കിടക്കുന്നത്. അപ്പൊ ഞാൻ റെഡി ആവുന്നതിന്റെ കൂടെ തന്നെ മൂപ്പരെയും കൂടെ ആദ്യം റെഡിയാക്കി എടുക്കണം. ഇങ്ങോട്ട് വിളിച്ചാൽ അത് അങ്ങോട്ട് നിന്നാണ് മൂപ്പരുടെ ലൈന്. ഈ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ 3 പേരും കൂടെ റെഡിയായി പോകുന്നുള്ള വലിയ വ്യാമോഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വായിലിരിക്കുന്നൊക്കെ കേട്ടേക്കെന്ന് ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ കൂടെ ആവശ്യമായതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അപ്പോൾ ഈ റെഡിയാക്കുന്ന ആളെ റെഡിയാക്കിയിട്ട് വേണം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മുടി കെട്ടി എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാവാൻ. രാത്രി ആയതുകൊണ്ട് വലിയ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, സൺസ്ക്രീനിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ വയ്ക്കുന്നു, ഇത്തിരി പൗഡർ ഇടുന്നു, ഓക്കെ സെറ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ മോൾക്കും വേണം മോനെയും വേണം. ഇന്ന് അവരൊക്കെ പരത്തിയിടുന്ന സാധനങ്ങൾ വേണം ഞാൻ എടുത്തുവെച്ച് ഒതുക്കി വയ്ക്കാൻ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായിട്ട് പാവം തോന്നാറുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞു, ഞാനൊരു ക്രീമും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, പെന്നും പേപ്പറും ഒക്കെ പൊക്കി പിടിച്ച് വന്നിട്ടുള്ളു. ഇനി ഇത് എഴുതി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ നോക്കാൻ. അപ്പോഴത്തേക്ക് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പരത്തിയിട്ടിട്ടുണ്ടായിരിക്കും. ഇനി മുടി എങ്ങനെ കെട്ടണം എന്നുള്ള ടെൻഷനിലായിരുന്നു. എന്തായാലും രാത്രി ആയതുകൊണ്ട് ആരും കാണാനൊന്നുമില്ലല്ലോ. ഇത് വർമ്മ ലാസ്റ്റ് കോൾ വിളിക്കാൻ വന്നതാണേ. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി. ഹൈലൈറ്റ് മാളിലാണേ. ഇവിടെ മാളിലേക്ക് ഈ രാത്രി വന്നത് പാലക്സി സിനിമാസ്ക്കാണ്. അതായത് ഒരു സിനിമ കാണണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ 2 വർഷമായി ഒരു സിനിമ കണ്ടിട്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ? അതായത് ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ മാളികപ്പുറമാണ്. എന്തൊരു കഷ്ടമല്ലേ. എനിക്കാണെങ്കിൽ മൂവി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതും തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള മൂവിയാണ്. മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് ഈ പടം തിയേറ്ററിൽ നിന്നല്ല കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും. അത് മാത്രമേ ഞാൻ പറയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ത്രില്ലർ പടങ്ങളും മാസ് മൂവീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. OTTയിൽ വന്നിട്ട് കാണാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയേ ചെയ്യരുത്. നായകനും വില്ലന്മാരും അഴിഞ്ഞാടിയ സിനിമ എന്ന് തന്നെ പറയാം. ഇത്രയും ചെറിയ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഇത്.